സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. സൗമ്യ കൊലപാതക കേസിലെ മുഖ്യ പ്രതിയാണ് ഇയാൾ. ജാതിയൻ ചോർന്ന് നന്ദിയില്ലാത്തവന് 7:23 നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ നമ്മളാണ് ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത്. ആരാണ് ആദ്യം പ്രയത്നം കണ്ടത്? ഞാനാ കണ്ടത്. 4:15 മുതൽ നമ്മൾ രാവിലെ സംപ്രേഷണം തുടങ്ങി 7:07 കൂടി ആ വാർത്ത നമ്മളടക്കം ബ്രേക്ക് ചെയ്തതാണ്. റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്ത വലിയ വാർത്തയിൽ ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. ഇപ്പോൾ ടേണിംഗ് ഉണ്ടാവുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നിർത്തണം നിന്റെ പ്രസംഗം. നാട്ടുകാരെ ഇവരെ വിശ്വസിക്കരുത്, ഇവർ കള്ളനാണ്. ഇപ്പോൾ ഈ വാർത്ത ഒന്നാമതായി നൽകിയെന്ന അവകാശവാദവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അവകാശവാദങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ സത്യം സത്യമായി പറയുന്നു. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ സാർ? ഇന്ന് പുലർച്ചെ 7:23 ഈ വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് ആദ്യം എത്തിക്കുന്നത് കൈരളി ന്യൂസ് തന്നെയായിരുന്നു. മറ്റേറെ ചാനലുമായി നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം വാർത്ത നൽകിയത് നമ്മൾ തന്നെയാണ്. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പ്രാഥമിക വിവരം അനുസരിച്ച് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്.